ഹായ്, എൻ്റെ പേര് ലിയാഖത്ത് അലി ഖാൻ. സ്വദേശം മലപ്പുറം കൊളത്തൂരാണ്. ഇപ്പോൾ കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി ഗോൾ കീപ്പറായിട്ട് കളിക്കുന്നു. ക്ലബിലേക്കുള്ള വരവെങ്ങനെയെന്ന് ചോദിച്ചാൽ സ്പോർട്ടിംഗ് ഡയറക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ കണ്ടുകൊണ്ട് കണ്ണൂരിന് കൂടെ കൂടി. സൂപ്പർ ലീഗിനെ എങ്ങനെ നോക്കിക്കാണെന്ന് ചോദിച്ചാൽ ലീഗിൻ്റെ ആദ്യത്തെ വർഷമാണ്. പിന്നെ ഇതുവരെ നല്ല വിജയകരമായിട്ടാണ് പോകുന്നത്. പിന്നെ കേരളത്തിലെ Under-23 പ്ലേയേഴ്സ്, യങ്ങസ്റ്റ് പ്ലേയേഴ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ISL പോലത്തെ ഒരു ലീഗ് കളിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിലൂടെ പല പല ലീഗുകളിലെ പല പല ക്ലബ്ബുകളിലേക്ക് അവസരം ഒരുക്കി കൊടുക്കുകയാണ് SLK. ഇത്ര എക്സ്പീരിയൻസ്ഡ് ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റുന്ന. നല്ല ഫ്രണ്ട്ലിയാണ് അവർ. പിന്നെ നാഷണൽ കളിച്ച പ്ലേയേഴ്സ് ഉണ്ട്, പിന്നെ ISL എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സ് ഉണ്ട്. ഇവരുടെ കൂടെയൊക്കെ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. ഇവരൊക്കെ നല്ല നല്ല ഫ്രണ്ട്ലിയാണ്. സംസാരിക്കാനായാലും ഏതിനും കൂടെ ഉണ്ട്. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സംസാരിച്ച് സോൾവ് ചെയ്യുക. നമ്മളെ കോച്ചസിനെ പറ്റി പറയുകയാണെങ്കിൽ ഹെഡ് കോച്ച് വരുന്നത് സ്പാനിഷിൽ നിന്നാണ്. നല്ല എക്സ്പീരിയൻസ്ഡ് കോച്ചാണ്. ആളുടെ കീഴിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. നമ്മളെ മെയിൻ കോച്ച് വരുന്നത് ഗോൾ കീപ്പർ കോച്ചായിട്ടുള്ള ഷസിൻ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ കണ്ണൂരുകാരനാണ്, പയ്യന്നൂരിലുള്ള. പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ വലിയ ഭാഗ്യം. ആൾ ആർമി കൂടിയാണ്. നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് ആൾ. പിന്നെ നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആളുടെ രീതിയിൽ സംസാരിച്ച് ഒക്കെ ശരിയാക്കിപ്പെടുത്തി തരികയും ചെയ്യും. ഇനി അങ്ങോട്ട് സെമി ഫൈനലും വിജയിച്ച് ഫൈനൽ അടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മാത്രമല്ല, ടീമിൻ്റെ എല്ലാവരുടെ ആഗ്രഹം അതാണ്. വളർന്നു വരുന്ന ഫുട്ബോളേഴ്സിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഏറെക്കുറെ ഫുട്ബോൾ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ 7 സൈഡും 5 സൈഡൊന്നും കളിച്ചിട്ട് നിങ്ങളെ കരിയർ കളയരുത്. മാക്സിമം എന്ത് ചെയ്യുക, അടുത്തുള്ള ക്ലബ്ബുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ അക്കാദമികളിലോ പരിശീലിച്ച് ഒരു 11 സൈഡ് പരിശീലിച്ചിട്ട് ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആവുക. അത് കരിയറായിട്ട് ചൂസ് ചെയ്യുക, പാഷനാക്കുക. വരും കാലങ്ങളിൽ ഇന്ത്യൻ ഫുട്ബോളിലും കേരള ഫുട്ബോളിലും നല്ല അവസരങ്ങൾ വരും. അതിലേക്കൊക്കെ നിങ്ങൾ എത്തിപ്പെടുക. നല്ലൊരു കേരള ടീമിനെയും നല്ലൊരു ഇന്ത്യൻ ടീമിനെയും കാണാൻ പറ്റട്ടെ ഇനി വരും കാലങ്ങളിൽ. അതാണ് എല്ലാ ഫുട്ബോളേഴ്സിൻ്റെയും ആഗ്രഹം.